നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഓണവും കല്യാണങ്ങളും യാത്രകളും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ സ്വൈരമായിട്ടിരിക്കുമായിരിക്കും അല്ലേ. ഞാൻ എൻ്റെ മുടിയെല്ലാം മുറിച്ച് കളഞ്ഞു കേട്ടോ. അത് കാണിക്കാനായിട്ട് ഇങ്ങനെ ഇട്ടത് എന്നാന്നറിയാവോ, എനിക്ക് തന്നെ അങ്ങ് ദേഷ്യം വന്നു. ഇങ്ങനെ നീണ്ട് വല്ലാതെ അങ്ങ് കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ ഈ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നമുക്കിപ്പം ലെയർ വെട്ടാനാണേലും ഫെദർ വെട്ടാനാണേലും സ്റ്റെപ്പ് കട്ടാണേലും ഏത് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം മുടിയെ. അങ്ങനെയായി എന്താണെന്നറിയത്തില്ല, എൻ്റെ മുടിയെല്ലാം അപ്പടി പോയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ തന്നെ അങ്ങനെ എൻ്റെ മുടിയെല്ലാം അപ്പടി അങ്ങ് ഇപ്പം നിറച്ച് എണ്ണയുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് തല തണക്കെ എണ്ണ വെച്ച് കുളിച്ചു. ഇവിടെ എല്ലാം കല്യാണങ്ങളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. തല തണക്കെ എണ്ണ വെച്ച് ഞാൻ കുളിച്ച് ഇപ്പം ഇവിടെ അടുത്തൊരു ശിവപാർവതി ക്ഷേത്രമുണ്ട്, തിങ്കളാഴ്ചയല്ലേ. അപ്പോൾ അവിടെയൊക്കെ പോയി ഇപ്പം വന്നതേ ഉള്ളൂ. എന്നാലും സമയം 7:45 കേട്ടോ. ആവി എടുക്കുന്നു. അപ്പം ഇപ്പം ഇത്രയേ ഉള്ളൂ മുടി. ഇപ്പം എണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. എണ്ണ അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ഉള്ളു തോന്നും. ആ മുടിയല്ലേ വളർന്നോളും അല്ലേ. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ല. ഒത്തിരി ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പം ഇന്ന് ഓയിലിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഞാനപ്പം ഈ നാളെ ചതയമാണ്. നാളത്തേനും കൂടെ ഞാൻ ഈ ഓഫർ തന്നിരിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് ഫോൺ നോക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാമായിരുന്നു. ഇന്നലെ ഞങ്ങൾ കുമാരനെല്ലൂർ പോയൊരു വീഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ നോക്കാനൊന്നും വാട്സപ്പ് നോക്കാനോ ഫോൺ എടുത്ത് നോക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞേക്കുന്നു ഓണമായിട്ട് ശുഭേ അങ്ങനെയൊന്നും പൈസ ഓയിലിൻ്റെ കാര്യം അറിയാൻ പറ്റിയില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ കുറച്ച് ഒക്കെ അത് വന്നേക്കുന്നു. അപ്പോൾ ഒരു ദിവസം കൂടെ ഇന്നൊരു ദിവസം കൂടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ നമ്മുടെ ഓണം തീരണമെങ്കിൽ ചതയം വരെയാണല്ലോ. അപ്പോൾ നാളെ വരെ നമ്മുടെ ഓയിലിൻ്റെ ഓഫറുണ്ട് കേട്ടോ. ഒത്തിരി ഓഫറൊന്നും തരാൻ പറ്റില്ല. ഓഫർ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒത്തിരി നല്ല ഓഫറായിരിക്കുന്നു. പക്ഷേ ഹെയർ ഓയിലിൻ്റെ പോലെയൊന്നും ഹെയർ ഓയിലിനൊക്കെ ഓഫർ കൊടുത്തു. ശുഭചേച്ചി എന്താ ഞങ്ങൾക്ക് ഓഫർ തരാത്ത അങ്ങനെ അങ്ങനെ കുറച്ച് പേര് ചോദിച്ചറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതേപ്പറ്റി ചിന്തിച്ചല്ലേ. ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് ആയുർവേദ പ്രോഡക്റ്റ്സ് അറിയാമല്ലോ നിങ്ങൾക്ക്, കോലരക്ക മഞ്ചിഷ്ട അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളല്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്യുന്നതിന് 100 ഗ്രാം ആണെങ്കിൽ പോലും അതിന് കുറച്ച് വില കൂടുതൽ അവർ പറയുന്നത്. അപ്പം നമുക്കങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ല. ഈ മുടിയെ തേക്കുന്ന അങ്ങനെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാട്ടിൽ നിന്ന് പറിച്ചെടുത്താൽ മതി. കയ്യൂന്യം, ഇത് കറിവേപ്പില, പൂവാങ്കുറുനില, ഇത് തുളസി ഇല, ചെമ്പരത്തിപ്പൂവ്, ഇതെല്ലാം നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം. എണ്ണ മാത്രം മതി. എൻ്റെ എണ്ണയെന്ന് പറഞ്ഞാലും 2 സൈസ് എണ്ണയുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. വൈറ്റമിൻ ഇ ഓയിലും ഉണ്ട്, മറ്റു തേങ്ങാവെന്ത വെളിച്ചെണ്ണയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും നമുക്ക് ഓഫർ ഇടാൻ പറ്റത്തില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഓഫർ തന്നത്. അപ്പം നാളെയും കൂടെ നമുക്ക് ആ ഓഫറുണ്ട്. നിങ്ങളുടെ എണ്ണകളൊക്കെ കാണണോ? നാളത്തേനുള്ള കൊറിയറിൽ വിടാനുള്ള ഇത് കണ്ടോ. അപ്പോൾ ആരും ഇതെന്താണ് ഓയിൽ വരാത്തേ എന്ന് സങ്കടപ്പെടുന്നവരാരും സങ്കടപ്പെടേണ്ട. എല്ലാവർക്കും നാളെ, അതായത് ഇന്നും കൊറിയർ ഓഫീസിന് അവധിയല്ലായിരുന്നോ, അതുകൊണ്ട് നാളെ രാവിലത്തെയും വൈകിട്ടത്തെയും ഇങ്ങനെ ചെക്കനോട് വരാൻ പറയും. അപ്പോൾ എന്തായാലും കുറേ അങ്ങ് നിങ്ങളുടെ കയ്യിൽ അങ്ങ് എത്തും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയാവോ? ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ധൃതി പിടിച്ച് എന്തോ ഇതുപോലെ ഓണക്കോടി എടുക്കാൻ പോയാണോ, ഹസ്ബൻഡിന് ഷർട്ട് എടുക്കാൻ പോയാന്നാന്ന് തോന്നുന്നു. ഒരുപാട് വെയിൽ കൊണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇത് റാഗിയും പാലും കൂടെ, റാഗിക്കകത്ത് പച്ച റാഗി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയത് വേണം കേട്ടോ. അതെടുത്തിട്ട് പാലൊഴിച്ച് കുതിരാൻ വെച്ചിട്ട് അതരച്ച് മുഖത്ത് തേച്ച് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് കമൻസ് വാട്സപ്പിൽ വന്നു. ചേച്ചി ഇതുപോലെ തന്നെ ചിയാ സീഡ് പാലിനകത്ത് കുതിർത്ത് തേക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ചിയാ സീഡും പാലുമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ശുഭ ഈ ആഴ്ചയാണ് കാണാൻ തുടങ്ങിയത്, ഇന്നാണ് ഞാൻ തന്നെ കാണാൻ തുടങ്ങിയത്, അങ്ങനെ ഒത്തിരി ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ശുഭ ഇന്നാണ് തന്നെ കാണാൻ തുടങ്ങിയത് എന്നും പറഞ്ഞ് ഒത്തിരി ആൾക്കാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫാമിലിയിലുള്ള എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ചൂട്. ഫാൻ ഇട്ടാൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകും, അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ മുടിയെല്ലാം കെട്ടി വെച്ചു, ഭയങ്കര ചൂട്.
അതുപോലെ ഞാനിപ്പോൾ നടന്നാണ് വന്നത്. ഞാൻ അങ്ങോട്ടും നടന്ന് ഇങ്ങോട്ടും നടന്നു. ഇപ്പോൾ ഈയിടെ എല്ലാമായിട്ട് നടപ്പ് തീരെ കുറവായിരുന്നു. എല്ലാം വണ്ടിയിലും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒത്തിരി പണികളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഒരൊറ്റ പോക്ക് അങ്ങ് പോയി. 5:30 ആയപ്പോൾ വേറെ പണികളൊന്നും അധികം ഇല്ലായിരുന്നു. ഓയിലിൻ്റെ വർക്കെല്ലാം എൻ്റെ കെട്ടിയവൻ എനിക്കെല്ലാം റെഡിയാക്കി തന്നിട്ടാണ് പോയത്. അപ്പം എനിക്കിനി അട്ടസ് എഴുതി അങ്ങ് വിട്ടാൽ മാത്രം മതി. അപ്പം എല്ലാം 2 ദിവസത്തിനുള്ള എല്ലാം എനിക്കിത് ഇവിടെയും കുറേ എല്ലാം കെട്ടി ബോക്സായിട്ട് വെച്ച് തന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൂടാതെ താഴെ ഉണ്ട് കേട്ടോ, എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി അതിൻ്റെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ ഒന്ന് ചെറിയ ശിവപാർവതി ക്ഷേത്രം വരെ ഒന്ന് പോകാം എന്ന് വിചാരിച്ചു. ഒറ്റ പോക്കങ്ങ് പോയി. നമുക്ക് അവിടെ ചെന്ന് തൊഴുത് നമ്മുടെ എല്ലാം സങ്കടങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരാശ്വാസമല്ലേ നമുക്ക്. നിങ്ങൾ പറയും വീഡിയോയിൽ നിന്നെല്ലാം തെന്നിപ്പോയതല്ലേ. അപ്പം എൻ്റെ മുന്നിൽ നിങ്ങളെല്ലാം ഫാമിലി എല്ലാം നിരന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇത് പുതിയ ചുരിദാറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയണേ. ഈ ഒരു കളറാണ്. പക്ഷേ ചിലർക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇത് എന്നാ കളറാ പിന്നെ എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്കിഷ്ടമായി കളർ കേട്ടോ, എനിക്കിഷ്ടമാണ്. ഇവർക്കൊക്കെ ഇഷ്ടമുണ്ടല്ലോ ലൈറ്റ് കളറാണ്. എനിക്ക് അന്ന് എടുത്തുനിന്ന് ചുരിദാർ ഓർക്കുന്നുണ്ടോ, അതുപോലത്തെയൊക്കെ കളറാണ് ഇഷ്ടം. ഇതെന്തോ എനിക്കൊരിഷ്ടം തോന്നി. ഇത് റെഡിമെയ്ഡാണ് കേട്ടോ, പക്ഷേ ഇത് നല്ലതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീഡിയോയിലോട്ട് നമുക്ക് വരാവേ. അപ്പോൾ അന്ന് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ചിയാ സീഡും പാലും കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ റാഗിക്കകത്ത് പാലൊഴിച്ച് കുതിർത്ത് വെച്ച് മുഖത്ത് തേച്ചപ്പോൾ അന്ന് ആ ഒരു മാറ്റം ഉണ്ടല്ലോ, ശരിക്കും മാറ്റം വരും. നിങ്ങൾ ആരൊക്കെ അത് ചെയ്ത് നോക്കിയവരെല്ലാം അത് ഒന്ന് വന്ന് പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പം നല്ല ഒത്തിരി മാറ്റങ്ങൾ, അത് നമുക്ക് ആഴ്ച 3 പ്രാവശ്യം ചെയ്യാം. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ചിയാ സീഡ് കുറച്ച് വെള്ളത്തിലിടുക. അപ്പം നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ലൈം ജ്യൂസിനകത്തിൻ്റെ കസ്കസില്ലേ, അതുപോലെ ഇരിക്കും. ഇത് കഴുകി കളയാനൊന്നും പറ്റത്തില്ല. ആ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ചിയാ സീഡ് ഇട്ടു, ഒരു ബൗളിനകത്തോട്ട് ചിയാ സീഡ് ഇട്ട് കൊടുത്തു. അതിനകത്ത് പച്ചവെള്ളം ഒഴിക്കരുത്, പാൽ ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കിക്കേ. അത് മിക്സിയിൽ അരയ്ക്കേണ്ട, വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിലും കൈയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുവാണെങ്കിൽ കൈയിട്ട് നന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മുഖത്തെല്ലാം ഇങ്ങനെ തേച്ച് കൊടുക്കുക. മുഖത്ത് ഫുള്ള് നല്ലപോലെ തേച്ച്, കഴുത്തേലും എല്ലാം തേച്ച്, ബാക്കിയുള്ളത് കയ്യേലും ഒക്കെ തേച്ച്, ചെവിയേലും ഒക്കെ തേച്ച്. നമ്മൾ പാർലറിൽ എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യുന്നത്, അല്ലെ ഒരു പായ്ക്കിടാൻ ഒരാൾ കയറി വന്നു നമ്മൾ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്തോണം കേട്ടോ. ഇപ്പം പാർലറിൽ പായ്ക്ക് മാത്രം മതി. ഇപ്പം ത്രെഡ് ചെയ്തിട്ട് ശുഭ എനിക്ക് കൂടുതൽ സമയമൊന്നുമില്ല, എനിക്കൊരു പായ്ക്ക് ഇട്ടതാന്ന് പറയുവാണെങ്കിൽ ഞാൻ പായ്ക്കെടുത്ത് ഫുള്ള് മുഖം ആദ്യമേ ക്ലെൻസ് ചെയ്യും, രണ്ടാമത് പായ്ക്ക് ഫുള്ള് ഇട്ട് കൊടുക്കും. അതിൻ്റെ മിച്ചമുള്ളത് മിച്ചം കാണണം. അതിൻ്റെ കഴുത്തേൽ ഫുള്ള് ചെവിയെ വരെ ഞാൻ ഇട്ട് കൊടുക്കും, ഉണ്ടെങ്കിൽ കയ്യേലും. അങ്ങനെ നമ്മൾ പായ്ക്ക് നമ്മൾ വീട്ടിലിരുന്നാൽ പോലും അങ്ങനെ പായ്ക്കിടാവുള്ളൂ. വേറെ എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യാവൂ കേട്ടോ. പിന്നെ അപ്പം ചിയാ സീഡ് എടുത്ത് ഇതുപോലെ മുഖത്ത് നല്ലപോലെ തേച്ച് വെച്ചിട്ട് കൊടുത്തിട്ട് അത് ഇടുമ്പം തന്നെ ചെറുതായിട്ടൊരു മസാജും കൂടെ ചെയ്യണം. അപ്പം ആ മസാജിൻ്റെ ഗുണം എന്താ, ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല രക്തപ്രസാദം എന്നൊക്കെ പറയത്തില്ല, നല്ല അതായത് എല്ലാവർക്കും അറിയാവുന്ന വാക്ക്, നല്ല രക്തപ്രസാദം ഉണ്ട് മുഖത്ത്, അല്ലെ മുഖത്ത് നല്ല ഒരു ഗ്ലോ വന്നു എന്നൊക്കെ പറയത്തില്ല. അതെന്തുകൊണ്ടാണ്, നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴാണ് നമുക്കിതൊക്കെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും ചെറുതായിട്ടൊന്ന് മസാജും കൂടെ ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. ഇങ്ങനെ ഈ ചിയാ സീഡും പാലും കൂടെയുള്ള കുറേ നേരം വെച്ചുകൊണ്ടിരിക്കുക. അതായത് ഈ ഞവ് എന്നുള്ള കസ്കസ് പോലത്തെ സാധനം അല്ലേ, അപ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് പിടിക്കാൻ ഒരു ശക്കലം പാടാം. അപ്പം ഒരു 20 മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നാലും യാതൊരു കുഴപ്പമില്ല. നല്ലതുപോലെ 20 മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം നമ്മൾ പതുക്കെ ബാങ്ക് വിളിക്കുന്നു. അങ്ങനെ 20 മിനിറ്റിന് ശേഷം കുറച്ച് പാലെടുത്തൊരു പാത്രത്തിൽ വെച്ചേക്കണം. ആ പാലയിൽ ഇങ്ങനെ ഒന്ന് നമ്മുടെ വിരലും കൊണ്ട് ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് വേണം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കളയാം കേട്ടോ. മസാജ് ചെയ്യേണ്ട എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ
എപ്പോഴും കാണിക്കുന്നതാണ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റിയിലും മുഖത്തും കഴുത്തേലും എല്ലാം ഒന്ന് നമ്മുടെ വിരൽ കൊണ്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം നല്ലപോലെ വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ ചിയാസീഡും പാലിനകത്ത് കുതിർത്ത് വെച്ച് തേച്ച് കൊടുത്തിട്ട് പാല് മുക്കി തന്നെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് കഴുകി കളഞ്ഞ് നോക്കിക്കേ. ടാൻ മാറാൻ നല്ലതാണ്. പിന്നെ എനിക്ക് ഒത്തിരി പേര് വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ വന്ന് ഈ വീഡിയോയുടെ അടിയിലോട്ട് കമൻറ്റ് ഇടുവാണെങ്കിൽ എത്ര നല്ലതായിരുന്നു. എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ശുഭേ ഓയിൽ തേക്കുന്നതിനോടൊപ്പം തന്നെ ശുഭ പറയുന്ന പായ്ക്കുകളും ഫേഷ്യലും ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഗ്ലേസിങ് വരുന്നുണ്ട്, നന്നായിട്ട് ഗ്ലോ വരുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്നവരെല്ലാം ഈ എൻ്റെ അടുത്ത് വന്ന് രഹസ്യമായിട്ട് കാര്യങ്ങൾ, എനിക്കറിയാം എൻ്റെ ഓയിലിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന്. നല്ല സ്പഷ്ടമായിട്ട് 100% എനിക്ക് എൻ്റെ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ, എൻ്റെ ഓയിലിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇത് 100% നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റനാക്കും. നല്ല ചുളിവുകളൊക്കെ മാറാനായിട്ടുള്ള ഓരോ സാധനങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങളൊരു കുറച്ച് നാളൊന്ന് അടുപ്പിച്ച് തേച്ച് നോക്കി, ചുളിവുകൾ വരാതെ മുഖത്തിന് നല്ല ഗ്ലോ വരാനും മുഖത്തിന് നല്ല കളർ വരാനും മുഖത്തിൻ്റെ കറുപ്പ് മാറിക്കിട്ടാനും ഇതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളത് തേച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റും എൻ്റെ വീഡിയോയുടെ അടി വന്നാണ് നിങ്ങളുടെ റിസൾട്ട് പറയേണ്ടത്. അല്ലാതെ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് വന്നല്ല പറയണ്ട. ഞാൻ 100 പ്രാവശ്യം ഓയിൽ വാങ്ങിച്ചവർ പിന്നെയും ഓയിൽ വാങ്ങിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ചിലർ പറയും. നിങ്ങളെ ആരെയും ഞാൻ ഒന്നും പറയുന്നതല്ല കേട്ടോ. ചിലർ ബുദ്ധിമുട്ട്, ശുഭേ എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒരു 2 കുപ്പിയും കൂടെ തന്നേക്ക്. എങ്കിലും ആ റിസൾട്ട് അങ്ങോട്ട് നല്ല സ്പഷ്ടമായിട്ട് യൂട്യൂബിൻ്റെ എൻ്റെ വീഡിയോയുടെ അടി വന്ന് കമൻറ്റ് ഇടാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും. പിന്നെ ചിലർ പറയും, ചിലരോട് ഞാനങ്ങ് തുറന്ന് പറയും കേട്ടോ, ഇത് എൻ്റെ അടുത്തല്ല പറയേണ്ടത്, മറ്റ് വ്യൂവേഴ്സിൻ്റെ അടുത്താണ് പറയേണ്ടതെന്ന് ഞാൻ ചിലരോട് അങ്ങ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പിണക്കമൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല, എൻ്റെ കാര്യം ഞാനങ്ങ് പറയുന്നതാണ് കേട്ടോ. എൻ്റെ ഓയിലിൻ്റെ സീക്രട്ടും എൻ്റെ ഓയിലിൻ്റെ ഗുണങ്ങളും എൻ്റെ ഓയിലിന് എന്തൊക്കെ കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങളത് തേച്ചിട്ട് നിങ്ങളത് മറ്റുള്ള ആൾക്കാരുടെ മുന്നിലാണ് പറയേണ്ടത്. അപ്പോൾ അവർ എന്നോട് ചോദിക്കുന്ന ആ ഡൗട്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അവർ നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അത് അവർക്കൊന്നും കൂടെ അതൊരു എന്താ പറയുന്നത്, ഒരു എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിലും നിങ്ങൾ തേച്ച ഓരോ സബ്സ്ക്രൈബേഴ്സും അത് തേച്ചിട്ടുള്ള ഗുണങ്ങൾ പറയുമ്പോൾ ഇത്രയും ജനങ്ങൾ പിന്നെയും കൊണ്ടുപോകുന്നുണ്ടല്ലോ. എത്ര പേര് വന്ന് വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇടുന്നുണ്ട്, ശുഭേ എനിക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിൽ വാങ്ങിക്കുന്നത്, എത്ര പേര് പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പം ഇത്രയും അതിലെത്ര പേര് വന്ന് കമൻ്റ് ഇടും, ശുഭേ എനിക്ക് ഓയിൽ ഇഷ്ടപ്പെട്ടു, അല്ലെ ഓയിലിന് ഈ ഗുണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മേടിക്കുന്നത്. എത്ര പേര് എൻ്റെ അടുത്ത് വന്ന് കരിമംഗല്യം മാറി എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളത് തെളിച്ച് നിങ്ങളുടെ ആ ഒരു 2-3 ഒറ്റ സെൻറ്റൻസ് ആണെങ്കിലും കൊടുത്താൽ മതിയല്ലോ. അത് മറ്റുള്ളവർക്ക് അത് ഞാൻ എൻ്റെ വായിൽ നിന്ന്, പക്ഷെ ഞാൻ മിക്കവരോടും പലരോടും ഞാൻ പറയാറില്ല. ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഇങ്ങനെ വന്നിരുന്ന് പറയുന്നതല്ലാതെ വാട്സപ്പിൽ വന്ന് ചോദിക്കും ചിലർ. ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാലും വാട്സപ്പിൽ വന്ന് എത്ര പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശുഭേ ഓയിലിൻ്റെ ഗുണം എന്താ, കരിമംഗല്യം മാറുമോ, പാലുണ്ണി മാറുമോ, മുഖത്ത് തെളിച്ചം വരുമോ, എത്ര പേരുണ്ട് ചോദിക്കുന്നത്. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം ഞാൻ പറയുന്നതിലും നിങ്ങൾ പറയുന്നതാണ് അവർക്ക് കേൾക്കേണ്ടത്. ഞാൻ പറയുമ്പം എത്ര പേര് അതിനെ ഉൾക്കൊള്ളും, എത്ര പേര് എൻ്റെ ഓയിൽ വിറ്റഴിക്കാനായിട്ട് പറയുന്നതാണോ, അങ്ങനെ എത്ര പേര് കാണും അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നവർ. പക്ഷേ കൊണ്ടുപോയി തേച്ചിട്ടുള്ളവരാണ് ഇതിൻ്റെ റിസൾട്ട് പറയേണ്ടത്. യൂട്യൂബിൻ്റെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് നമുക്ക് പറയാമല്ലോ, ഞാൻ പിന്നെ ഞാൻ വാങ്ങിക്കുന്ന ഇതുകൊണ്ടാണ്. അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അതെന്താ നിങ്ങൾക്ക് അങ്ങനെ. ഞാൻ ഇത്രയും തുറന്ന് എൻ്റെ മനസ്സിലൊന്നുമില്ലാതെ ഞാനൊരു 97 മുതൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് ഇപ്പോഴും ഓരോ ക്ലാസ്സിനും നല്ല നല്ല ക്ലാസ് വരുമ്പോൾ ഇപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന, കാശ് കൊടുത്ത് പഠിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങളും ഹൈഡ്രാ ഫേഷ്യൽ പഠിച്ചു. ആ ഹൈഡ്രാ ഫേഷ്യൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പാർലറിൽ ചെന്ന് 5000, 6000, 8000 രൂപ മേടിക്കുന്ന പാർലറുകാർ വരെ ഉണ്ട്, എനിക്കറിയാം. അങ്ങനെ ആ പാർലറിൽ പോയി ചെയ്യാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അപ്പം ആ ഹൈഡ്രാ ഫേഷ്യൽ എന്താണെന്നും അതിന് ചേരുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലെടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു മറയില്ലാതെ പറഞ്ഞു തന്നു. ഉണ്ടോ ഇല്ലയോ? ആ ഹൈഡ്രാ ഫേഷ്യൽ കഴിഞ്ഞ് എത്ര പേര്, അതിന് എത്രയോ കെ ആയിട്ടുണ്ട്, ഞാനിപ്പോൾ നോക്കിയിട്ടില്ല, എത്രയോ കെ ആയിട്ടുണ്ട്.
കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വാട്സപ്പിൽ വന്ന് ശുഭേ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തു, സൂപ്പറാ നല്ലതായി മുഖം തെളിച്ചു വന്ന് എത്ര പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു മറയും കൂടാതെ നിങ്ങളുടെ അടുത്ത് വന്ന് എൻ്റെ എല്ലാ രഹസ്യങ്ങളും എൻ്റെ എത്ര പേരെൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നു, ശുഭ പാർലർ നടത്തുന്ന ഒരു വ്യക്തിയല്ലേ, ഇങ്ങനെയൊക്കെ തുറന്ന് പറയാമോ? പക്ഷേ ഞാൻ പാർലറിലെ ഒരു സാധനങ്ങളും നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ അതിന് പാർലറിൽ ഇപ്പോൾ ഒരു സ്ക്രബ്ബ് നമ്മളെടുത്തു. ആ സ്ക്രബിന് പകരം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ എടുക്കാം ആ സ്ക്രബിന്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരിച്ചിരി തെളിച്ചം വന്നു, സൗന്ദര്യം വന്നു. പിന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് വെളിയിലോട്ട് ഇറങ്ങാതെ, അത് പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ചേച്ചി ഫോട്ടോ ഇട്ട് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വെളിയിലോട്ട് പോലും എനിക്ക് ഇറങ്ങാൻ മടിയായിരുന്നു ശുഭേ, ഞാൻ വെളിയിലോട്ട് ഇറങ്ങാതെ അകത്ത് ഒതുങ്ങിയിരുന്ന വ്യക്തിയാണ് ശുഭയുടെ ഓയിൽ 2 കുപ്പി ഞാനിപ്പം തേച്ചപ്പോൾ എൻ്റെ മുഖത്ത് നല്ല ഗ്ലോ വന്നു. ഞാൻ ഏത് ഫംഗ്ഷന് പോകാനും എങ്ങോട്ടിറങ്ങാനും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ആ ചേച്ചി ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് താഴെ വന്ന് എനിക്ക് ഇട്ടേക്കുന്ന പോലെ ഒന്നിട്. ഞാൻ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഇപ്പം എനിക്ക് എവിടെ പുറത്തോട്ട് പോകാനും ഭയങ്കര ഹാപ്പിയാണ്. ഏത് ഫംഗ്ഷന് പോകാൻ, അല്ലെങ്കിൽ ഞാൻ ഒരു ഫംഗ്ഷനും പോകത്തില്ലായിരുന്നു. മുഖം നിറച്ച് കറുപ്പും കരിമങ്കല്യവും മുഖത്ത് കറുത്ത പാടുകളും ഒക്കെ ആയിരുന്നു. ഒരു 55 വയസ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ശുഭയുടെ ഓയിൽ തേച്ചിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ശുഭ. പിന്നെ ശുഭ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് എൻ്റെ മുഖത്തിന് നല്ല മാറ്റം വന്നു ശുഭ, ഒരുപാട് മാറ്റം വന്നെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയാതെ അത് വീഡിയോയുടെ അടി വന്നിട്ടിട്ട് പറ. അപ്പം നിങ്ങളെപ്പോലെയുള്ള എല്ലാവർക്കും അതൊരു ഇതാകട്ടെ. നമ്മൾ ഇങ്ങനെ മറിച്ച് വെച്ച് അത് എനിക്ക് ചെയ്ത് എനിക്ക് അത് നല്ലതായി മറ്റുള്ളവരറിയട്ടെ. മറ്റുള്ളവരിപ്പം എത്ര പേർക്ക് പാർലറിൽ പോയി ഇത്രയും കാശ് കൊടുത്തും പാർലറിൽ പോവാത്ത എത്രയോ ജനങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരു ഗുണമായിട്ട് ഞാൻ ചുരുക്കം പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും എൻ്റെ ഓയിൽ തേച്ച് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നവർ എൻ്റെ അടുത്ത് വന്നിട്ട് വാട്സപ്പിൽ പേഴ്സണലി വരാതെ നിങ്ങൾ ആ യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ആയിട്ടിട്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു മാറ്റവും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് മുഴുവനും വാങ്ങിച്ചവരാണ് പിന്നെയും വാങ്ങിക്കുന്നത്. വാങ്ങിക്കാത്തവർ ഇന്ന് കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. എല്ലാവരും വാങ്ങിച്ചവരാണ് ഇത് കൊണ്ടുപോയി തേക്കുന്നത്. അപ്പം നിങ്ങൾക്കൊന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? എനിക്കല്ലേ ഇങ്ങനെ മാറി അതൊക്കെ മറ്റുള്ളവരോട് എന്നോട് ഇപ്പം ഞാൻ ആര് ചോദിച്ചാലും ഇതിനെപ്പറ്റി പറയുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ഓയിലിനെ പറ്റി കരിമംഗല്യം മാറും കേട്ടോ, അങ്ങനെ മാറും ഇങ്ങനെ മാറും, അങ്ങനെ എനിക്ക് പതുക്കെ പേഴ്സണലി രഹസ്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അല്ലാതെ വാട്സപ്പിൽ വന്ന് ആരും ഇതെങ്ങനെയുണ്ടൊന്ന് പറയാവോ ഈ ഓയിലിനെ കുറിച്ചൊന്ന് ചോദിക്കരുത്. കാരണം ഈ കൊണ്ടുപോയവരാണ് അതിൻ്റെ റിസൾട്ട് പറയേണ്ടത്, ഈ കൊണ്ടുപോകുന്നവരാണ് ഇതിൻ്റെ റിസൾട്ട് പറയേണ്ടത്. പോട്ടെ, ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് കാര്യം മനസ്സിലായല്ലോ. ഞാൻ ഈ ഒത്തിരി ഇങ്ങനെ പറയിപ്പിക്കാതെ നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഈ പിന്നെയും വാങ്ങിക്കുന്നവർ അവരുടെ റിസൾട്ട് വെളിപ്പെടുത്തുക, അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നാളെയും കൂടി ഉണ്ട് കേട്ടോ ചതയം. നാളെയും കൂടെ കഴിയുമ്പോൾ ഓണം, ഇന്ന് അവിട്ടം ചതയം, അതുകൂടെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഓയിലിൻ്റെ ആ ഓഫർ, ചെറിയൊരു ഓഫറുണ്ട്, അത് കഴിയും കേട്ടോ. നമുക്ക് എപ്പോഴും അതിനെ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോന്നും നമ്മൾ ബോക്സ്, കുപ്പി, പിന്നെ ഇതിൻ്റെ ചുറ്റുന്നതിൻ്റെ ടേപ്പ്, എല്ലാം സാധനങ്ങളും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന, അല്ലാതെ നമ്മൾ ഹെയർ ഓയിൽ പോലെ നമുക്കിത് ഓഫർ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം കുറച്ച് മുമ്പേ 2 ചേച്ചിയാണോ അനിയത്തിയാണോ ആരെന്നറിയത്തില്ല, ശുഭയെ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകും, ശുഭയെ ഞങ്ങൾ നോക്കിയിരിക്കുക, ശുഭ ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത് ഒത്തിരി നീണ്ടുപോയോ എന്നറിയത്തില്ല, എന്നാലും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ചിയാസിഡും പാലുമായിട്ടുള്ള എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എന്നാലും നിങ്ങൾക്കൊക്കെ സങ്കടമുണ്ടോ ഓണം കഴിഞ്ഞ് പോയതിന്? എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഓണം ഒന്ന് ശരിക്കും വീട്ടിലിരുന്ന് ആഘോഷിക്കാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം തലേദിവസം ഉത്രാടത്തിന് എന്നൊരു കല്യാണം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാവരും കല്യാണത്തിന് പോയി. പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലോട്ടൊക്കെ പോയി. പിന്നെ അങ്ങനെയൊക്കെ ഒത്തിരിയും. പിന്നെ അവരുടെ റിസപ്ഷന് പോയി വൈകുന്നേരം. അങ്ങനെ അങ്ങ് ബിസി ആയിരുന്നു. ഉത്രാടത്തിൻ്റെ അന്നല്ലേ നമ്മൾ നാളെ ഓണം എനിക്കങ്ങനെയാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ഒരു ആസ്വദിക്കാൻ പറ്റിയില്ല. ഈ കല്യാണം വന്നതുകൊണ്ട് ഓണം അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ല. പിന്നെ തിരുവോണത്തിന് അന്ന് ഞങ്ങൾ 4 പേരും ഇവിടെ നല്ല സുഖമായിട്ട് സദ്യയൊക്കെ വെച്ചിരുന്നു. ഞങ്ങളിവിടെ തന്നെ ഇരുന്നു. പിന്നെ വൈകിട്ട് ഞങ്ങൾ കുമാരനെല്ലൂർ പോയി. അങ്ങനെയൊക്കെ ഇന്നലെ ഓണം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഓണം ഇന്ന് കഴിഞ്ഞു പോയില്ല, ഇന്ന് അവിട്ടമായിപ്പോയി. അങ്ങനെ അടുത്ത കൊല്ലം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഭഗവാൻ തന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് കുറേ നാൾ ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും
ബൈ.